നാട്ടിലിപ്പോൾ സമ്മർ സീസണാണ്, നല്ല ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഓടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ ചൂടത്തും ഈ ഹ്യൂമിഡിറ്റിയിലും ഒരു റണ്ണർ എന്ന നിലയ്ക്ക് എന്നെ കൂളായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ പ്രോഡക്റ്റിലോട്ട് പോവാം. ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു സിംഗ്ലറ്റ് ആണ്. നിങ്ങൾ GSM കുറഞ്ഞ മെറ്റീരിയൽസ് കഴിയുന്നതും ഈ ചൂട് തീരുന്നവരെ യൂസ് ചെയ്യാൻ നോക്കുക. ഫുൾ സ്ലീവ് കഴിയുന്നതും യൂസ് ചെയ്തിരിക്കുക. ഇതിപ്പോൾ സിംഗ്ലറ്റ് ആണ്. സിംഗ്ലറ്റ് തന്നെ വേണമെന്നില്ല, ഹാഫ് സ്ലീവ് ടീഷർട്ട് ആയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, GSM എത്ര കുറയോ അത്രത്തോളം മോയ്സ്ചർ വെക്കിംഗ് കേപ്പബിലിറ്റീസ് കൂടും. അതേപോലെ നിങ്ങൾക്ക് അത്രയും ഹീറ്റ് ആവുന്നൊരു ഫീൽ വരത്തില്ല. കാരണം ഫാബ്രിക്കിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ അത് മോയ്സ്ചർ അബ്സോർബിങ് കേപ്പബിലിറ്റീസും കൂടെ ഉള്ളതാണെങ്കിൽ ഷാഫിംഗ് പോലത്തെ ഇഷ്യൂസ് ഒഴിവാക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓടാൻ പറ്റും. അടുത്ത ആക്സസറി ഇലക്ട്രോലൈറ്റ് ആണ്. പല ബ്രാൻഡ്സിനുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങൾക്ക് റേറ്റ് നല്ല കുറഞ്ഞ ഇലക്ട്രോലൈറ്റ്സ് കിട്ടും. 25 രൂപയ്ക്കൊക്കെ സാഷേ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് മാൻഡേറ്ററി ആണ്. കാരണം നമ്മൾ ഒരുപാട് വേർക്കുന്ന സമയമാണ് സമ്മർ. ഒരുപാട് വേർക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് പലതും വേർപ്പിൻ്റെ കൂടെ പോകും. അപ്പോൾ അത് റീഫിൽ ചെയ്യാനായിട്ട് ഇലക്ട്രോലൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നന്നായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ള ദിവസങ്ങളിൽ ഇലക്ട്രോലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വാട്ടറൊക്കെ പെട്ടെന്ന് പോകും. കാരണം ഒരുപാട് നല്ല വേർക്കുമ്പോൾ ബോഡിക്ക് ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഇലക്ട്രോലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷാഫിംഗ് പോലത്തെ ഇഷ്യൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട 2 സാധനങ്ങളാണ്. ഒന്ന് ഈ കാണുന്ന വാസ്ലിൻ, ഒന്ന് ഈ കാണുന്ന ഹാൻസാപ്ലാസ്റ്റിൻ്റെ സ്പോട്ട്. ഈ 2 ബ്രാൻഡ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ തൈസിൻ്റെ അവിടെ നമുക്ക് റബ്ബ് ചെയ്യാം. അതേപോലെ ചെസ്റ്റിൻ്റെ ഏരിയയിൽ റബ്ബ് ചെയ്യാം. ഇത് റൺ ചെയ്യുന്നതിന് മുമ്പ് റബ്ബ് ചെയ്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തുണിയുടെ ഫാബ്രിക് ഉരഞ്ഞിട്ടുള്ള ഷാഫിംഗ് ഒഴിവാക്കാം. യൂഷ്വലി റൺ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ഷാഫിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു റണ്ണിങ്ങിന് വേണ്ടിയുള്ള ആൻറ്റി ഷാഫിംഗ് മെറ്റീരിയലുള്ള ടീഷർട്ട് അല്ല അല്ലെങ്കിൽ ഷോർട്ട്സ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സംഭവിക്കാം. അപ്പോൾ ഷാഫിംഗ് ഒഴിവാക്കാനായിട്ട് നമ്മൾ റൺ ചെയ്യുന്നതിന് മുന്നേ വാസ്ലിൻ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഷാഫിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് സ്പോട്ടാണ്, ഹാൻസാപ്ലാസ്റ്റ് നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് വരുന്നതുകൊണ്ട് കറക്റ്റ് നമ്മുടെ നിപ്പിളുടെ ഏരിയയിൽ ഒട്ടിക്കാൻ പറ്റും. റൺ ചെയ്യുമ്പോൾ സോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മർ സീസണിൽ അത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സമ്മറിൽ നല്ല ഹ്യൂമിഡിറ്റിയാണ്, ഹയർ ടെമ്പറേച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാല് ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവും. നല്ല മെഷുള്ള നല്ല വെന്റിലേഷനുള്ള ഷൂ ആണെങ്കിൽ പോലും കാല് നല്ല ചൂടാവും. ചൂടാവുന്ന സമയത്ത് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അത് അവോയ്ഡ് ചെയ്യാൻ ഒരു പരിധി വരെ നല്ലൊരു ബ്രാൻഡഡ് സോക്സ് ഒക്കെ ആണെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോഴത്തെ ചൂടിൽ സൺസ്ക്രീൻ എന്തായാലും വേണം. സൺ എക്സ്പോഷർ വരുന്ന എല്ലാ സ്ഥലത്തും സൺസ്ക്രീൻ ഇടുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ വേർത്ത് ഒരു പരുവാവും, ടാനാവും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുമല്ല വെയിൽ ഒരുപാട് കൊള്ളുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ 1-2 മണിക്കൂറൊക്കെ ഓടുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളൊരു 8-8:30 ഓടുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം കറക്റ്റ് മുഖത്ത് തന്നെ ആയിരിക്കും ചില സ്ഥലത്ത് എത്തുമ്പോൾ വെയിലടിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ടയർഡാവും. സൺഗ്ലാസ് വാങ്ങുമ്പോൾ നമുക്ക് ഓടാൻ പറ്റുന്ന ടൈപ്പ് വരുന്നത് തന്നെ വാങ്ങുക. അതായത് ഇങ്ങനത്തെ ഫ്രെയിം വരുന്നതാണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ അത് കറക്റ്റ് ഫിറ്റായിട്ടിരുന്നോളും. അത് ഓടുമ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാക്കത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴത്തേം പോലെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ഇതുപോലെ വീണ്ടും കാണാം. അതുവരെ ബൈ.